ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു സെക്കൻഡ് നേരമെങ്കിലും ശിവലിംഗത്തിൽ ഞാനീ പറയുന്ന പോലെ നോക്കിയാൽ ഉദ്ദേശിക്കുന്ന കാര്യം ശിവഭഗവാൻ നടത്തിത്തരും. ഒരു സെക്കൻഡ് പോലും ശിവലിംഗത്തിൽ ഞാൻ അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിൽ നോക്കിയാൽ ഉദ്ദേശിക്കുന്ന കാര്യം ശിവഭഗവാൻ നടത്തി തരും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കുറേ ശിവൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാനേ ഉള്ളൂ അകത്തും പുറത്തും മനസ്സിലുമെല്ലാം. അപ്പം ഭഗവാന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ ആരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ എങ്ങും കിട്ടത്തില്ല. അതുകൊണ്ട് ആവശ്യമുള്ളവർ കാണുക, ആവശ്യമുള്ളത് എഴുതി വെക്കുക, ശരിയായിട്ട് ചെയ്യുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് എല്ലാ തരത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരിടത്തും ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. വേറെ കാര്യങ്ങൾ കിട്ടുമായിരിക്കും. അതുകൊണ്ട് ശിവരഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഉപകരിക്കും. എല്ലാ ദിവസവും കൃത്യം വൈകിട്ട് 8-നും 8:30-ക്കുമുള്ളിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എനിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കൃത്യം ആ സമയത്തിന് വീഡിയോ പോസ്റ്റായിരിക്കും. വൈകിട്ട് 8-നും 8:30-ക്കും അടയ്ക്കും. എത്രയോ വർഷമായിട്ട് ഞാനത് കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ആ സമയം നോക്കിയാൽ ഓരോ ദിവസവും കിട്ടുന്ന പുതിയ കാര്യങ്ങളാണ്, ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഏത് കാര്യത്തും ഡെഡിക്കേഷനുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശിവവിദ്യയും ഞാൻ ആ കൃത്യമായിട്ടാണ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഇതിനോട് വളരെ ഡെഡിക്കേഷനുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ലെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അതിനർത്ഥം നേരിട്ട് വന്നാൽ നോക്കാൻ സമയമില്ല, നോക്കാൻ പറ്റത്തില്ല, വാട്സപ്പ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്, അത് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ നേരിട്ട് വരട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം കൂടെ നടക്കത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം വാട്സപ്പിലെ വർക്കുകളാണ് സമയത്തിന് തീരുന്നില്ല. അപ്പം അതാണ് ചെയ്യുന്നത്. അതും കുറച്ച് വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ സമയമെടുത്ത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭോഹം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കിഴക്കോട്ട് നിന്നോ അല്ലെങ്കിൽ ഒരു കസേരയിൽ കിഴക്കോട്ട് നോക്കിയിരുന്നോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇവിടെ ഈ നെറ്റിയുടെ അവിടെ കണ്ണടച്ച് മനസ്സിൽ ഒരു ശിവലിംഗം ധ്യാനിക്കണം, സങ്കല്പിച്ച് ശിവായ നമ ശിവായ നമ ശിവായ നമ എന്ന് മനസ്സിൽ ജപിക്കുക. ഇവിടെ നെറ്റിക്കുള്ളിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് സങ്കല്പിച്ച് അതിൽ മനസ്സ് പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ട് ശിവായ നമ എന്ന് കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ജപിക്കുക. ഇത് ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് ശിവഭഗവാനിൽ ചെന്നാൽ ഭഗവാൻ എല്ലാം നടത്തി തരും. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാം, വൈകിട്ട് ചെയ്യാം, ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഈ വിദ്യ നിങ്ങൾ ചെയ്താൽ നിങ്ങളല്ലാതെ വേറൊരാൾ ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇതൊരു രഹസ്യവിദ്യയാണ്. ഈ വിദ്യയുടെ രഹസ്യം എന്താണ്? അതുകൂടെ കേട്ടിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു കാര്യം കേട്ടാൽ മുഴുവനായിട്ട് അറിയണം. എന്താണ് ഈ വിദ്യയുടെ രഹസ്യം? ഞാൻ പറഞ്ഞത് പരമമായ വിദ്യയാണ്. ഈ വിദ്യ നിങ്ങൾക്ക് ശിവനിൽ നിന്നും തന്നെ കിട്ടുന്നതായിട്ട് വിചാരിച്ചു. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് അറിയാൻ പറ്റത്തുള്ളൂ. അതൊരു ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. അതിൽ സംശയം വേണ്ട.
കാരണം ഓരോ പ്രാണനിലും ഞാൻ ശിവനെ ഉപാസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പം എന്നിൽ ശിവൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ശിവൻ്റെ ഒരു തത്വം എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ ഈയിടെ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഒരു കുട്ടിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അതിനെ പ്രസവിക്കാൻ വേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ജനിക്കുന്നതിന് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് തന്നാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ സമയമെടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഡേറ്റ് കൊടുത്തു. അപ്പോൾ അത് അവരാവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. ആ ഡേറ്റിൽ തന്നെ പ്രസവം നടന്നു. ആ കുട്ടി വർഷങ്ങൾ കഴിഞ്ഞു അവരുടെ അമ്പലത്തിൽ ശിവനായിട്ട് തിരഞ്ഞെടുത്തത് ആ കുട്ടിയായിരുന്നു. അതിപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്ത കുട്ടിയാണെന്നൊന്നും സെലക്ട് ചെയ്യുന്നവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിലെ ശിവത്വം ഞാൻ ഡേറ്റ് കൊടുത്ത ജനിച്ച ആ കുട്ടിയിലുമുണ്ട്. അതാണ് എൻ്റെ ഉള്ളിലുള്ള ശിവത്വം. അത് ഞാൻ പറയുന്നതിലുണ്ട്, ഞാൻ ചെയ്യുന്നതിലുണ്ട്, ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളിലുണ്ട്. കാരണം അത് സത്യമായ ഒരു ബോധമാണ് ശിവതത്വം. ഭഗവാനെ ഓരോ പ്രാണനിലുമാണ് ഞാൻ ഉപാസിക്കുന്നത്, ശിവവിദ്യയും. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം. ഈ വിദ്യ ആരും പറഞ്ഞു തരത്തില്ല. ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? രഹസ്യം കൂടെ അറിയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കണ്ണുകൊണ്ട് നോക്കാനല്ല, മനക്കണ്ണാൽ ഉൾക്കണ്ണാൽ ശിവനെ ധ്യാനിച്ച് ഈ നെറ്റിക്കുള്ളിൽ ഈ ഭാഗത്ത് ധ്യാനിച്ച് നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയും അവിടെ മനസ്സ് കൊടുത്ത് കണ്ണടച്ച് ശിവായ നമ, ഓം വേണ്ട, ശിവായ നമ എന്ന മോഹന മന്ത്രം ജപിക്കാനാണ് പറഞ്ഞത്. അതിൽ പരം വലിയൊരു വിദ്യയില്ല, വലിയൊരു ധ്യാനമില്ല. നിങ്ങളുടെ ആ ബോധം മനസ്സ് ഭഗവാനിൽ പൂർണ്ണമായിട്ടും ചൊല്ലും, ഒരു സംശയം വേണ്ട. നിങ്ങൾ എവിടെ ഇരുന്ന് ചെയ്താലും, നിങ്ങൾ ആരാണേലും, നിങ്ങൾ എത്ര പാപം ചെയ്ത ആളാണേലും, എത്ര കഴിവില്ലാത്ത ആളാണേലും നിങ്ങളെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഭഗവാൻ എൻ്റെ അനുഗ്രഹത്താൽ ഇല്ലാതായി തീരും. നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ഭഗവാനെ അറിയാൻ തുടങ്ങും. നിങ്ങളെ ഇവിടെ ഭഗവാനെ പരിചയപ്പെടുത്തി തരാൻ വേറൊരാളുടെ ആവശ്യം വേണ്ട. ഡയറക്റ്റ് ഭഗവാനുമായിട്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവും. ഇവിടെ മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. ഞാനൊരു വഴി ചൂണ്ടിക്കാണിച്ച് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളാണ് പിന്നെ ഭഗവാനുമായിട്ട് നേരിട്ട്. ഞാനാരുമല്ല. ഞാനൊരു ഭഗവാന്റെ ഒരു നിയോഗം കൊണ്ട് നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞു തരുന്ന ആൾ അത്രയേ ഉള്ളൂ. എന്നെ ഗുരുവൊന്നും വിളിക്കണ്ട, ഒന്നും വിളിക്കണ്ട. ഞാൻ ആരുടെയും ഗുരുവല്ല, ഗുരുവാകത്തുമില്ല, ഗുരുവാകാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാം പരമേശ്വരൻ തന്നെ. ഞാൻ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളൊന്നുമല്ല. എന്നെ പുകഴ്ത്തുന്നതോ ഞാൻ ആരുടെയും ഗുരുവല്ല. ഗുരു പരമേശ്വരനാണ്. എൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടുക പോലും ചെയ്യണ്ട. എനിക്ക് ഒരു സങ്കടമില്ല, സന്തോഷമേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി. മറ്റൊന്നും കൊണ്ടല്ല, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. അല്ല, നിങ്ങൾ മിണ്ടിയ സന്തോഷം ഇല്ലെന്നല്ല പറഞ്ഞു. മിണ്ടിയില്ലെങ്കിലും സന്തോഷമാണ്. കാരണം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നതും ഏറ്റവും വലിയ വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഭഗവാനുമായി നിങ്ങൾക്ക് ഒന്നാകാനുള്ള ആ ശിവതത്വത്തിൽ ലയിച്ചിരിക്കാനുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അതിനപ്പുറത്തൊരു വിദ്യയില്ല, അതിനപ്പുറത്തൊരു അറിവില്ല, അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല. അറിവും ജ്ഞാനവും രണ്ടും രണ്ടാണ്. അറിവെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ജ്ഞാനമെന്ന് വെച്ചാൽ അനുഭവത്തിലൂടെ കിട്ടുന്ന ആ അറിവാണ് ജ്ഞാനം. അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ബോധമാണ് ജ്ഞാനം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ അറിവല്ല, അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനമാണ്, ബോധമാണ് പറഞ്ഞു തരുന്നത്. അത് ചെയ്ത ആൾക്കേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരാളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ബലമുണ്ടാകും. അപ്പം മനക്കണ്ണാൽ ശിവനെ കാണണം. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിദ്യ. ഉൾക്കണ്ണാൽ, മനക്കണ്ണാൽ ഈശ്വരനെ, ശിവനെ കാണുന്നത്, സങ്കല്പിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ വിദ്യ. എന്നിട്ട് നമ്മൾ ശിവായ നമ, ഓം എന്ന് ജപിക്കേണ്ട. ശിവായ നമ എന്ന മന്ത്രത്തിൻ്റെ പ്രത്യേകത, അത് മോഹന മന്ത്രമാണ്. ആ മന്ത്രം ജപിച്ചാൽ ഭഗവാൻ ലൗകികവും ആത്മീയവുമായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ലൗകികമായ ഭൂമി, വീട്, സ്വത്ത്, അധികാരം, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഭഗവാൻ തരും. ആത്മീയമായ കാര്യങ്ങൾ തരും, എല്ലാം തരും. ജീവിതാന്ത്യത്തിൽ ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ என்றிட തീവിണയും മാലും, ശിവശിവ என்றிட തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനെ. എല്ലാം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾ അറിയും. ഇവിടെ ഗുരുവും ശിഷ്യനും ഒന്നുമില്ല, ഭഗവാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സത്യം, നിങ്ങളുടെ നന്മയും ഭഗവാനും മാത്രമേ ഉള്ളൂ. ഇവിടെ ശിഷ്യനും ഗുരുവും കളിയൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. ഈ ശിഷ്യനും ഗുരുവൊക്കെ ആവശ്യമില്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം തന്നെ വരുന്നറിയുമോ? അടുത്ത ജന്മത്തിൽ ഈ ശിഷ്യനാക്കി ഇരിക്കുന്ന പുള്ളികളുടെ
ആളുകളുടെ ശിഷ്യനായിട്ട് ഈ ഗുരു ജനിക്കേണ്ടി വരും. ശരിയായിട്ടുള്ള ഒരു ഗുരുവല്ലെങ്കിൽ. ശരിയായിട്ടുള്ള ഗുരുവാണെങ്കിൽ കുഴപ്പമില്ല. മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മറ്റുള്ളവരുടെ മുതലെടുത്ത് അങ്ങനെയൊക്കെ സ്വാർത്ഥ ചിന്താഗതിക്ക് വേണ്ടി ചെയ്യുവാണെങ്കിൽ ഈ ഗുരു കളിച്ചാൽ ഈ ജന്മത്തിൽ വിചാരിക്കും നല്ല സുഖമാണെന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത ജന്മത്തിൽ ഈ ശിഷ്യന്മാരുടെ ഈ ഓരോ ശിഷ്യൻ്റെയും ശിഷ്യനായിട്ട് ജനിക്കേണ്ടി വരും. ആ ഒരു സത്യം അറിയത്തില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ശിവനെ മാത്രം, ആ പരമഗുരുവിൽ മാത്രം വിശ്വസിക്കുക. പിന്നെ നല്ല ഗുരുക്കന്മാരുണ്ട്, ഇല്ലെന്നല്ല, അവരിലും വിശ്വസിക്കുക. അവർക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. നല്ല ഗുരുക്കന്മാർ ധാരാളമുണ്ട്. കുറച്ച് ശതമാനമെങ്കിലും ഈ നല്ല ഗുരുക്കന്മാരല്ലാതെ ഗുരു കളിക്കുന്നവരും ഉണ്ട്. ഒരുപാട് ആളുകളും നല്ല രീതിയിൽ ഉപാസന ചെയ്ത് നല്ല ഗുരുക്കന്മാരും ഉണ്ട്. അവരിൽ നിന്ന് വിദ്യ സ്വീകരിക്കുന്നതും അവരെ വിശ്വസിക്കുന്നതും തെറ്റില്ല. അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. നല്ലതും ചീത്ത നിങ്ങൾക്കറിയാനുള്ള കഴിവ് വേണം. അത് എവിടെയും ഇപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഫോളോ ചെയ്യുന്നത് തെറ്റില്ല, പക്ഷെ നല്ലതായിരിക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളാം. അപ്പം ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങളത് നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ആലോചിച്ച് നിങ്ങൾക്ക് നല്ലത് മാത്രം, ഞാൻ നല്ലത് മാത്രം വരുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. നല്ല കാര്യങ്ങൾ ആണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. ഞാനെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും. അപ്പോൾ ഈ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത്, ശിവൻ്റെ പരമമായ വിദ്യ പറഞ്ഞു തരുന്നത്. ഈ വിദ്യ ചെയ്തുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയോട് നോക്കി സംസാരിച്ചാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ തന്നെ അന്തിച്ചു പോകും. ഭയങ്കര സ്നേഹം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ ഇത് അപാര വശ്യവുമാണ്. നമ്മളൊരു വർത്തമാനം പറഞ്ഞാൽ നമ്മളെ നോക്കി നിൽക്കും ആളുകൾ. അപാര വശ്യമാണ്, ലോകവശ്യമാണ്, സർവവശ്യമാണ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. അതുപോലെ ഭഗവാൻ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. എല്ലാ മുൻജന്മ കർമ്മദോഷങ്ങളെയും പാപ കർമ്മദോഷങ്ങളെ എല്ലാം ഭഗവാൻ മാറ്റിക്കൊടുക്കും. കാരണം ഭഗവാനെ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടെന്നുള്ള ഭാവമില്ല. നമ്മളിവിടെ ലയിച്ചിരുന്നാൽ ശിവായ നമ ജപിച്ചാൽ പിന്നെ ഞാനെന്നുള്ള ചിന്തയില്ല, ശിവനെന്നുള്ള ചിന്തയേ ഉള്ളൂ. അവിടെ ദ്വൈതമില്ല. അവിടെ ദ്വൈതമില്ലാതായി അദ്വൈതമാകുന്നു. അതാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് ആ പരിമിതികളില്ലാത്ത എനർജിയിലേക്ക് പോകണമെങ്കിൽ ഞാനെന്നുള്ള ബോധം ഇല്ലാതെ ആ ഈശ്വരൻ എന്നുള്ള ബോധത്തിൽ ലയിച്ചിരിക്കുമ്പോഴാണ് മനസ്സിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥ ഈശ്വരബോധം, പ്രപഞ്ചബോധം, അൾട്ടിമേറ്റായിട്ടുള്ള ആ ഒരു സെനത്തായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്, ആ ഇൻ്റലിജൻസ്, ബുദ്ധി സമമാകുന്നത്. അല്പനേരത്തെങ്കിലും ഒരു സമാധി പോലെയുള്ള അവസ്ഥയിൽ വരുന്നത്, ഒരു സവികൽപ്പ സമാധി പോലെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ധ്യാനിച്ച് സമാധിയിലെത്തുക. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സമാധി വരുന്നതാണ്. അതൊന്നും സാധാരണക്കാരെ കൊണ്ട് സാധ്യമല്ല. ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ഈശ്വരനെ ലയിച്ചിരിക്കുന്ന അവസ്ഥ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു അല്പനേരത്തേക്കെങ്കിലും ബുദ്ധി സമമാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ബുദ്ധി സമമാവുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ലയിച്ച് കഴിയുമ്പോൾ ഞാനെന്നുള്ള ചിന്തയില്ലാതാകുമ്പോൾ അവിടെ ഒരു ബുദ്ധി പക്വമാകും, സമമാകും. നമ്മൾക്ക് ആ ഒരു അവസ്ഥയിൽ നമുക്ക് വലിപ്പച്ചെറുപ്പമില്ല, ഞാനും നീയോ എന്നുള്ള ചിന്തയില്ല. അതുപോലെ പണക്കാരും പാവപ്പെട്ടവനും എന്നുള്ള ചിന്തയില്ല, കഴിവുള്ളവനും കഴിവില്ലാത്തവനും എന്ന ചിന്തയില്ല. അങ്ങനെ ഒരു എൻ്റെ ഒരു ജീവിതം പോലെ തന്നെ ഒരു ഉറുമ്പിൻ്റെ ജീവിതത്തിന് പോലും വിലയുണ്ടെന്നുള്ള തോന്നലുണ്ടാവും ആ ഒരു അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ. അതാണ് ശരിക്കുമുള്ള ശിവബോധം, അല്ലെങ്കിൽ സത്യബോധം. ഞാൻ വലിയവനാണ്, അല്ലെങ്കിൽ ഞാനാണെല്ലാം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് എല്ലാം നടക്കുന്നത് എന്നൊക്കെ ഉള്ളപ്പോൾ അത് നമ്മുടെ അഹങ്കാരം മാത്രമാണ്. അവിടെ ഈശ്വരബോധം വരത്തില്ല. ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ ബുദ്ധി വളരെ പക്വമാകും. അത് ഏകദേശം ഒരു സമമായ അവസ്ഥയിലേക്ക് വരും. സമാധി അല്ലെങ്കിൽ പോലും ഒരു അല്പനേരത്തേക്കെങ്കിലും സമാധിയുടെ പോലുള്ള ഒരവസ്ഥ, ഒരു ലയമുണ്ടായി വരും. ലയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളമെടുത്ത് അതിൽ ഉപ്പിട്ടാൽ ഉപ്പ് ലയിച്ച് ഗ്ലാസ്സിലെ വെള്ളവും ഉപ്പുമായിട്ട് വേർതിരിക്കാത്ത രീതിയിൽ ലയിച്ചു ചേരുന്നതാണ് ലയം. അങ്ങനെയുള്ള ലയമാണ് നമ്മൾ ഈശ്വരനെ ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഞാനെന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ എനിക്ക് അഹങ്കാരമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് കഴിവുണ്ട്, കഴിവുകേടുണ്ട്, എനിക്ക് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, എൻ്റെ കേൾവിക്ക് പരിമിതിയുണ്ട്, എൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാര്യത്തിൽ നമുക്ക് എറർ സംഭവിക്കാം. ആധുനിക കാലത്ത് ഇപ്പം കോഗ്നിറ്റീവ് എറർ, നമ്മൾ എത്ര കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്താലും അതിൽ എറർ സംഭവിക്കാം. കോഗ്നിറ്റീവ് എറർ ഉണ്ടാകാം.
അത് മിക്കവാറും സംഭവിക്കാം എന്നും പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് പരിമിതിയുണ്ട്, എനിക്ക് പോരായ്മകളുണ്ട്. അപ്പോൾ ആ ഞാനെന്നുള്ള ചിന്ത ഇല്ലാതായി ശിവനെന്നുള്ള ഒരു ബോധം വന്നു കഴിയുമ്പോൾ എൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക്, എൻ്റെ കഴിവിനും കഴിവുകേടിനും എല്ലാം അപ്പുറത്തേക്ക് ആ പ്രപഞ്ചബോധമായി സർവശക്തമായ ഈശ്വരനുമായി ഒരു ലയം മനസ്സുകൊണ്ട് ലയിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ എന്നിൽ ആ ഈശ്വരൻ്റെ നല്ല ഗുണങ്ങൾ, നന്മ, സ്നേഹം, സമത്വം എന്നുള്ള ആ നല്ല ഗുണങ്ങൾ എന്നിലേക്കും വരികയാണ്. അങ്ങനെ നമ്മൾ ഈശ്വരനെ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ വ്യക്തിയോടും നമുക്ക് സ്നേഹം, ആദരവ്, ബഹുമാനം, അതുപോലെ നമ്മുടെ കർത്തവ്യങ്ങൾ സ്വയം ചെയ്യാൻ ഉള്ളിൽ നിന്നൊരു ബോധമുണ്ടാകും. എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ എനിക്കിപ്പോൾ അച്ഛനോടുള്ള കർത്തവ്യം, അല്ലെ അമ്മയോടുള്ള കർത്തവ്യം, അല്ലെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെ ഭർത്താവിനുള്ള കർത്തവ്യം, മക്കളോടുള്ള കർത്തവ്യം, ഇതൊന്നും ഒരു ഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യാനുള്ള ഒരു ആത്മബോധം, സത്യബോധം, ധാർമ്മികത ഉണ്ടായി വരും. ഈ ധാർമ്മികത ആ ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരും. അത് ഈശ്വരബോധം തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ശിവവിദ്യയുടെ രഹസ്യം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്താം. വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി, കറുത്തപക്ഷ ഏകാദശി, അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ 6-നും 6:30-ക്കും ഇടയ്ക്ക് ശത്രു സംഹാര അർച്ചന, പാൽപ്പായസം, കൂവളത്തിലെ അർച്ചന, ജലധാര, ഇത് ചെയ്താൽ വളരെ നല്ലതാണ്. ശത്രു സംഹാര അർച്ചനയിൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെളിയിലുള്ള ശത്രുവല്ല, നമ്മുടെ തന്നെ മനസ്സിലെ മാലിന്യങ്ങൾ, നമ്മുടെ തന്നെ ചിന്തകൾ, ദുഷ്കരമായ ചിന്തകൾ, ഇതിനെയൊക്കെ കളഞ്ഞ് നമ്മൾ ശുദ്ധീകരിക്കുന്ന, ഈശ്വരബോധത്താൽ ശുദ്ധീകരിക്കുന്നതിനാണ്. അല്ലാതെ മറ്റുള്ളവർ വല്ലതും ചെയ്യുമെന്നോ അങ്ങനെയുള്ള ശത്രുതയൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിലെ മനസ്സിലെ മാലിന്യങ്ങളെ കളയുന്ന ഒരു പ്രാർത്ഥനയാണത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് ചെയ്യുന്ന നല്ലതാണ്. മാസത്തിൽ 1 വീതം ആവർത്തിക്കാൻ നല്ലതാണ് കേട്ടോ. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പാൽപ്പായസം, ശിവഭഗവാന്. അതുപോലെ കദളിപ്പഴം, ജലധാര, നിങ്ങൾ ചെയ്തു നോക്കിയോ, നിങ്ങളെ കൈവിടത്തില്ല. അതുപോലെ പൗർണമി ദിവസം, തിങ്കളാഴ്ചകൾ, ചതുർദശി ദിവസങ്ങൾ, അതുപോലെ ശിവരാത്രി, അതുപോലെ ശനിയാഴ്ചകൾ, ഇതൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. ഭഗവാന് പ്രത്യേകിച്ച് ആരോടും പ്രിയോ അപ്രിയോ ഇല്ല, പ്രത്യേകിച്ച് ആരോടുമില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മനഃശുദ്ധി, പ്രവൃത്തി, ഇതാർക്കുണ്ടോ അവരിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ഏത് നാളുകാരാണേലും കൊള്ളാം, നിങ്ങൾ ഏത് ദേശക്കാരാണേലും കൊള്ളാം, ഏത് ഭാഷ സംസാരിക്കുന്നവരാണേലും കൊള്ളാം, ആരുമായിക്കൊള്ളട്ടെ, ദുഷ്ടനാണേലും കൊള്ളാം, നല്ലവനാണേലും കൊള്ളാം, നിങ്ങൾ ശുദ്ധ മനസ്സോടുകൂടി ഭഗവാനെ എന്ന ആത്മശുദ്ധിയോടുകൂടി നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ ഭഗവാൻ നിങ്ങളിലേക്ക് വരും. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ ഭോലേനാഥൻ എന്ന് പറയുന്നത്. ഭഗവാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്മയുടെ പാതയിലായി, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിന്നെയെല്ലാം നന്മയുടെ ചിന്തകളായിരിക്കും. ഭഗവാന്റെ ഗുണങ്ങൾ നിങ്ങളിലും ഉണ്ടായി വരും. നന്മ, സ്നേഹം, സത്യം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങളിലും ഉണ്ടായി വരും. അതാണ്. അപ്പോൾ ഇത് നല്ല കാര്യമാണ്. നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഭഗവാനെ അറിയുക. നിങ്ങൾ ഭഗവാനെ അറിയുമ്പോൾ ഭഗവാനോട് നന്ദി പറയുക. ഞാൻ ആരുമല്ല, എന്നെ ഓർക്കുക പോലും ചെയ്യണ്ട, ഞാൻ ആരുമല്ല, ഭഗവാനോട് നന്ദി പറയുക കേട്ടോ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.